രാഗിൻ 459 പുലികൾ 9 സംഘങ്ങളിൽ നിന്ന് ചേരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. പക്ഷേ ഇതിപ്പോൾ രാവിലെ മുതൽ നമ്മുടെ റിപ്പോർട്ടർമാരെയൊക്കെ കാണുമ്പോൾ അംഗസംഖ്യ കൂടും അല്ലേ? തീർച്ചയായും പുലിക്കൂട്ടങ്ങളെ കൊണ്ട് സ്വരാജ് റൗണ്ട് തിങ്ങി നിറയുമെന്ന് തീർച്ചയാണ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഈ ചമയ പ്രദർശനവും അതോടൊപ്പം തന്നെ ഇതെല്ലാം കാണുന്നതിനായി ഒരു കൊച്ചു കുട്ടിപ്പുലി ഇവിടെ എത്തിയിട്ടുണ്ട്. കൊച്ചു കുട്ടിപ്പുലി തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സെലിബ്രിറ്റി. പേരെന്താ? പിലാന. വെറൈറ്റി പേരാണല്ലോ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഒന്നില്. ഇതൊക്കെ കാണാൻ വന്നതാ? കണ്ടോ? സന്തോഷമായോ? ഒന്ന് ഒരു സ്റ്റെപ്പ് വയ്ക്കാവോ? ആ കുട്ടിപ്പുലി കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഗംഭീരമായി ഇതേപോലത്തെ സുന്ദരമായി ഒന്ന് കളിക്കാവോ? പുലിക്കൂട്ടങ്ങൾക്കൊപ്പം ചുവട് വെച്ച് പോവും അല്ലേ? കൂട്ടുകാരോടൊക്കെ പറഞ്ഞോ? അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് സുന്ദരമായിട്ടുള്ള കാഴ്ചകൾക്ക് വേദിയാവുകയാണ്. എന്തായാലും ഈ പറയുന്ന ഇടങ്ങളൊക്കെ തന്നെ ഇവിടെ ചമയപ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ പുലിമുഖമുണ്ട്, അതോടൊപ്പം തന്നെ പുലിപ്പാതുകം, അരമണി, അങ്ങനെ എല്ലാ കാര്യങ്ങളും സജ്ജമാണ്. തൊട്ടപ്പുറത്ത് പുലിവേഷങ്ങളൊക്കെ തയ്യാറായിരിക്കുന്നു. ഗംഭീരമായിട്ടാണ്. ഇതിന്റെ ഒരു ഓണം മൂടാണല്ലോ. വൈബാണ്. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പുലിക്കളി നടക്കുന്ന ഒരു ദിവസമല്ലേ, അപ്പൊ ഈ ഒരു മൂഡിൽ അങ്ങോട്ട് ഇറങ്ങിയെന്നുള്ളൂ. പുലിമുഖത്തിൽ അങ്ങനെ ഇറങ്ങി. അതെ. എന്തുണ്ട് ഇവിടുത്തെ അവസ്ഥ? വെറൈറ്റി ആണല്ലോ, ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. നന്നായിരിക്കുന്നു. ഗംഭീരമാണ്. ഗംഭീരാണ്. എല്ലാ വർഷവും നന്നായിട്ട് വരുന്നുണ്ട്. 9 സംഘങ്ങൾ, 450-ലധികം പുലികളൊക്കെ ഉണ്ട്. അതെ അതെ, വലിയ വിരുന്നാണ്. അതെ അതെ അതെ. നായ്ക്കനാല് തന്നെ എല്ലാ വർഷവും ഒരു ഗംഭീരമായിട്ട് പുലിക്കളി നടക്കുന്ന ഒരു ഏരിയ തന്നെയാണ് നായ്ക്കനാല് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പുലിക്കൂട്ടങ്ങളൊക്കെ തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അവരൊക്കെ തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ മന്ത്രി രാജൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ. എങ്ങനെയുണ്ട് ഒരു വൈബ്? അടിപൊളി വൈബല്ലേ, തകർക്കാണ്. പുലി പൂരാണ്, പുലിക്കളിയല്ല, പുലി പൂരാണ്. ഇത്തവണ 9 ടീമുകൾ, അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു തൃശ്ശൂരിനെ ഇളക്കി മറിക്കാവുന്ന തരത്തിൽ 5 പുലികളുണ്ടായി. കുറഞ്ഞൊരു സമയം ഉണ്ടായി 9, പിന്നെ 7 1 കുറഞ്ഞിട്ട് ഇത്തവണ 3 കൂടി. ഇത്തവണ പെൺപുലികൾ ധാരാളമായിട്ടുണ്ട്. കുട്ടിപ്പുലികളും പെൺപുലികളും നമുക്ക് ഉണ്ടാക്കുന്ന ആവേശം ഇത് തീരില്ല. ഈ വൈബ് ഇങ്ങനെ തുടരും. പുതിയ കാലത്ത് ഇതൊക്കെ വലിയ പ്രയാസമാണ്. കാരണം ഇതൊക്കെ പഴയ ആചാരങ്ങളാണെന്നൊക്കെ പറയും. ഒലയ്ക്കപ്പുറത്ത് പുലിക്കളി നടന്നിരുന്ന ഒരു കാലമുണ്ട്. ഇത്തവണ കാണാതെ. ഇത്തവണ പുനരാവിഷ്കരിക്കുന്നുണ്ട്. സ്ഥലം പറയില്ല ഞാൻ. പുലിക്കൊട, പുലിക്കൊട്ട്. ഇന്നലെ ഞാൻ സാധാരണ ആളുകൾ തമ്പുരാനെ പുലിവാലി പിടിക്കല്ലേ എന്നാണ് വിചാരിക്കുക. ഇന്നലെ പുലിവാൽ ഘോഷയാത്രയായിരുന്നു സീതാറാം വെള്ളിയാറുടെ. പുലിവാൽ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യാൻ, പുലിവാൽ ഉദ്ഘാടനം ചെയ്യണമെന്ന് പേടിച്ചു. അപ്പൊ എല്ലാത്തിനും മാറ്റാണ്. AI രംഗപ്രവേശം ചെയ്തിട്ടും 41 ദിവസക്കാലത്തെ വ്രതാനുഷ്ഠാനം നടത്തി ചാത്തുണ്യാശാൻ നടത്തിയിരുന്ന പുലികളി പഴയതിനേക്കാൾ പ്രൗഢഗംഭീരമായി പുതിയ ആശയങ്ങളോടെ, പുതിയ സംവിധാനങ്ങൾ. ഇത്തവണത്തെ ടേബിളൊക്കെ ഒന്നൊന്നര പുളിയായിരിക്കും. മാത്രമല്ല തൃശ്ശൂരിന് ഒരു പ്രത്യേകതയുണ്ട്. പുലിക്കളിയും പൂരം മാത്രമല്ല, പണി കഴിഞ്ഞാൽ സ്ഥലം വൃത്തിയാക്കും. അത് മറ്റെവിടെയും കാണാത്ത പോലെ ഇത്തവണയും പൂരത്തിന് വൃത്തിയാക്കിയതുപോലെ പുലിക്കളി കഴിഞ്ഞ് മണിക്കൂറിനുള്ളിൽ ക്ലീൻ ആയിരിക്കും തൃശ്ശൂർ. അപ്പോൾ അതാണ് മന്ത്രി നൽകുന്ന ഉറപ്പ്. എന്തായാലും വലിയ ആവേശം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മേയർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു ഓളത്തിൽ, വലിയൊരു താളത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ മുൻമന്ത്രി സുനിൽകുമാർ ഇവിടെ ഉണ്ട്. എന്തുണ്ട്? നമ്മുടെ പുലികളെ കൂടെ നിൽക്കല്ലേ നമ്മള്? പഴയ പുലികളാ. എവിടേക്ക് പോയത്? പുലി എല്ലാ കൊല്ലം പോണ പുലികളാണ്. 35 കൊല്ലായ പുലികൾ, 48 കൊല്ലായ പുലികള്, എല്ലാ പുലികളും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗംഭീര വൈബാണല്ലോ. ഭയങ്കര വൈബാണ് ഇപ്രാവശ്യം തൃശ്ശൂർ പൂരത്തിനല്ല. തൃശ്ശൂർ പുലിക്കളി എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഒരു 9 ടീം തൃശ്ശൂർ പൂരത്തിനെ വെല്ലുന്ന രീതിയിലുള്ള പരിപാടികളായിരിക്കും. 450-ലധികം പുലികൾ. 450 അല്ല, എനിക്ക് എന്തായാലും 450 ഉണ്ടാവും. ഒരു ഏവറേജ് നോക്കുമ്പോൾ 450-500 പുലി ഉണ്ടാവും. കണ്ടിട്ടൊന്ന് വേഷമിടാൻ തോന്നണ്ട? വേഷമിടണ്ട, നമുക്ക് പകരം വേഷമിടുന്ന ആൾക്കാരല്ലേ ഇവരൊക്കെ.
വേണ്ടി വന്ന നമ്മളൊന്നും പടക്കില്ലേ? തീർച്ചയായിട്ടും സാറ് അതിനും തുനിയാളാണ്. നമ്മളിവിടെ ഇരുന്നാ അപ്പൊ ഹാപ്പി ആണോ? ഓക്കെ, ഹാപ്പി ആണോ? അപ്പൊ ശരി, ഞാൻ എല്ലാ സ്ഥലത്തും ഒന്ന് കറങ്ങിട്ടേ. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. എന്തായാലും വലിയൊരോളം, വലിയൊരു താളം കുംഭകുലുക്കി അരമണി കിലുക്കി ഈ നാടിനെയൊക്കെ വിറപ്പിക്കാൻ വേണ്ടിയിട്ട് പുലിക്കൂട്ടങ്ങൾ പുലിമടയിൽ നിന്ന് പുലിക്കൂട്ടങ്ങൾ ഒരുങ്ങുകയാണ്. ദാ നമ്മൾ ഇപ്പോൾ തന്നെ കാണുകയാണ്.